ഇനി എന്താണ് പ്രൊഡക്റ്റീവ് അലയൻസ്? സ്മോൾ ഹോൾഡർ ഫാമേഴ്സിനെ മാർക്കറ്റുകളുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു സ്കീമാണെന്ന് പറഞ്ഞു. ഇത് വേൾഡ് ബാങ്ക് ഏകദേശം 15ഓളം വർഷങ്ങളായി ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലും ആഫ്രിക്കയിലുമെല്ലാം വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡലായിട്ട് പറയുന്ന ഒരു സ്കീമാണ് പ്രൊഡക്റ്റീവ് അലയൻസ് എന്നുള്ളത്. 3 പേരാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്. 3 ആസ്പെക്റ്റാണ് ഇതിനകത്തൊരു ഉൽപ്പാദകൻ വേണം, പ്രൊഡ്യൂസർ വേണം, ബയർ വേണം, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പബ്ലിക് സെക്ടർ ഉണ്ട്. പബ്ലിക് സെക്ടർ എന്ന് പറയുന്നതാണ് നമ്മളുടെ കേര ഇവിടെ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ കൃഷി വകുപ്പ് ഇവിടെ ആക്ട് ചെയ്യുന്നത് പബ്ലിക് സെക്ടറായിട്ടാണ്. ഏത് കർഷകൻ്റെ ഫീൽഡിൽ നിന്നാണ് ഈ പ്രൊഡ്യൂസ് കൊണ്ടുവന്നതെന്ന് അറിയാൻ കഴിഞ്ഞാൽ അതിന് നല്ലൊരു പ്രീമിയം പ്രൈസും മാർക്കറ്റും ഉണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ട്രേസബിലിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഉപാധിയാകാം നിങ്ങളുടെ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്നത്. അതല്ല ഇനി ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ്, ഇപ്പം കണ്ണൂർ അല്ലെങ്കിൽ കോഴിക്കോട് മേഖലയിലൊക്കെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ വെൻഡേഴ്സ് ധാരാളമുണ്ട്. അവരുടെ എല്ലാം ഒന്ന് അഗ്രിഗേറ്റ് ചെയ്ത് ഒരു അഗ്രിഗേറ്റ് ചെയ്യാനായിട്ടൊരു ട്രേഡർ വരികയാണെങ്കിൽ അദ്ദേഹം ആകാം നമ്മളുടെ ഒരു പൊട്ടൻഷ്യൽ ബയർ. ഈ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ വേണം നിങ്ങളുടെ ബിസിനസ് പ്ലാനുമായിട്ട് കണക്ട് ചെയ്യാനെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ അപേക്ഷയിൽ സമർപ്പിക്കാൻ കഴിയും, അപേക്ഷയിൽ മെൻഷൻ ചെയ്യാൻ കഴിയും. ഓരോ അപേക്ഷകനും അവരുടെ ഈ ചെറിയൊരു ഈ ബിസിനസ് പ്ലാൻ എന്നുള്ളത് നമ്മൾ പറയുമ്പോൾ DPR ഫോർമാറ്റിലേക്ക് വരുന്നത് ലേറ്റർ സ്റ്റേജസിലാണ്. പക്ഷേ ആദ്യം അപേക്ഷ കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു സംക്ഷിപ്ത രൂപം നമ്മൾ കൊടുക്കണം. എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം കൊണ്ട് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാവുന്നുണ്ടോ, അതുകൊണ്ട് നിങ്ങളുടെ സെയിൽസിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ടോ എന്നൊക്കെയുള്ള രീതിയിൽ തരുന്ന പണത്തിന് നമ്മൾ ഫണ്ടിങ് റിക്വസ്റ്റ് വെക്കുകയാണെങ്കിൽ ഇത്ര ശതമാനം കേര തരണം എന്ന് പറഞ്ഞ് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ എമൗണ്ട് കേര തരണമെന്നുണ്ടെങ്കിൽ അത് ഗുഡ് വാല്യൂ ഫോർ മണി ആണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൺവിൻസിങ് ആയിട്ട് നിങ്ങളൊരു സംക്ഷിപ്ത രൂപമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വെക്കേണ്ടത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അടുത്ത സെഷനിൽ പറയുന്നതായിരിക്കും, എങ്ങനെയാണ് ആപ്ലിക്കേഷൻ വെക്കേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതാണ് ബിസിനസ് പ്ലാൻ ഇംപ്ലിമെൻറ്റേഷൻ.